പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടാണ്. വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഡിസംബർ മാസം 11 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അധികാരികളുടെ മനസ്സിനെ തിരിക്കാൻ കഴിയുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് സദൃശവാക്യം 21 അധ്യായം അതിൻ്റെ 1 വാക്യം. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോണ് കണക്കിന് ഇരിക്കുന്നു, തനിക്കിഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ കേട്ടത് രാജാവിന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ തനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് തിരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നാളുകളായിട്ടൊരു ഉയർച്ചയില്ലാതെ, നാളുകളായി ഒരു വിടുതലില്ലാതെ എന്നെ കേൾക്കുന്ന പലരും, എനിക്കും നിങ്ങൾക്കും നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വിഷമത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകാം. നിങ്ങളോടുള്ള ദൈവിക ദൂതാണ് നാം ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. പഴയ നിയമ കാലങ്ങളിൽ അല്ലെങ്കിൽ പുരാതന കാലങ്ങളിൽ രാജകീയ ഭരണമായിരുന്നു കൂടുതലും നടന്നുകൊണ്ടിരുന്നത്. ചിലവരെന്നോട് ചോദിക്കുന്നുണ്ടാകാം, ഇന്ന് ഞങ്ങൾക്ക് ഈ വചനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. അന്ന് രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന അധികാരികളുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പട്ടണത്തിൽ, ബാങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് മുകളിൽ നന്മകളെ കൊണ്ടുവരേണ്ട അധികാരികളുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹെരോദ രാജാവ് സഭയിൽ ചിലവരെ പീഡിപ്പിക്കുവാൻ കരം നീട്ടിയത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിനകത്ത് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് സഭയുടെ ശ്രദ്ധയുള്ള പ്രാർത്ഥനയിലാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നാം ചുരുക്കം മിനിറ്റുകൾ ചിന്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അധികാരികളുടെ മനസ്സിനെ തിരിക്കാൻ കഴിയുന്നതും അധികാരമണ്ഡലത്തിൽ വാതിലുകൾ തുറക്കുന്നതും പ്രാർത്ഥനയിലാണ്. കാരണം 1 തിമോത്തിയോസ് 2 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, 2 വാക്യം, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഈ വാക്യത്തിന്റെ ആഴത്തിൽ ഞാൻ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. എൻ്റെയും നിങ്ങളുടെ ദേശത്തിൽ എനിക്ക് നിങ്ങൾക്ക് മുകളിൽ ആക്കി വയ്ക്കുന്ന എല്ലാ അധികാരികളെയും അതാത് സ്ഥാനത്താക്കുന്നത് ഞാനും നിങ്ങളും വിളിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർ ഒരുമിച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകും? കാരണം എല്ലാ ഉന്നതന്മാരെയും എല്ലാ രാജാക്കന്മാരെയും ആ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ദാനിയേൽ വിളിച്ചു പറയുന്നു, അവൻ രാജാക്കന്മാരെ ഇറക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. എങ്കിൽ ആ അധികാരികളുടെ മനസ്സിനെ തിരിക്കുന്നത് നിങ്ങളും ഞാനും വിളിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഇതാ സകലർക്കും വേണ്ടി പ്രാർത്ഥന കഴിക്കണം. ആ പ്രാർത്ഥനയിൽ ഇതുവരെയും കാണാത്ത മറുപടികൾ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. നിങ്ങൾ ഒരു പക്ഷേ നാളുകളായിട്ട് ഒരു ലീവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകാം. നാളുകളായി ജോലിയിൽ ഒരു ട്രാൻസ്ഫറിനോ
ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകാം. ബാങ്കിലെ അധികാരി നിങ്ങളോടൊന്ന് മനസ്സലിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ജപ്തിയിൽ കടപ്രശ്നത്തിനകത്ത് അല്ലെങ്കിൽ ചിലവർ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം നീതി നടപ്പാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വാക്യത്തിൻ്റെ ആഴത്തിലോട്ട് കടന്നു വരാൻ തയ്യാറാകും? സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനും മീതെ ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ ദേശത്തിൽ ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ടോ? നമുക്കറിയാം, നാം ജീവിക്കുന്ന ഇന്ത്യയിൽ പലയിടങ്ങളിലും സുവിശേഷത്തിന് വിരോധമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അത് കണ്ട് നീ വിഷമിക്കരുത്. എല്ലാ അധികാരികൾക്കും മുകളിൽ ഒരു ഉന്നതനുണ്ട്. ഉന്നതന് മേളിൽ ഉന്നതനായി ജാഗരിക്കുന്ന ഒരു ദൈവം. വിശ്വസിക്കാമെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം നിന്നെ കാക്കുവാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. 97-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യം കൂടെ, യഹോവേ നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. ഈ വാക്യത്തിന്റെ ആഴത്തിൽ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. യഹോവേ നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനാണ്. അത്യുന്നതനായ ദൈവത്തെയാ ഞാൻ നിങ്ങൾ വിളിക്കുന്നത്. സകല ദേവന്മാർക്കും മീതെ ഉയർന്നിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അധികാരമണ്ഡലത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പ്രവചന പുസ്തകം വായിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ യെരൂശലേമിന്റെ വാതിൽ പൊളിഞ്ഞു കിടക്കുന്ന സമയത്ത് നെഹമ്യാവ് അതറിഞ്ഞ് വലിയ കഷ്ടത്തിലും ദുഃഖത്തിലുമായി തീർന്നു. അതിനെ പണിയേണ്ടതിന് വേണ്ടി രാജാവിനോട് താൻ അവധി ചോദിക്കുകയാണ്. അല്ലെങ്കിൽ രാജാവിൻ്റെ ഹൃദയത്തെ തിരിക്കുന്ന ദൈവത്തെ എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. നെഹമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ രാജാവ് ചോദിക്കുകയാണ്, നിന്റെ അപേക്ഷ എന്താണ്? ആ സമയത്ത് താൻ ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിച്ചു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ബോസിനോട്, നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന വ്യക്തിയോട് പിണങ്ങണ്ട. എൻ്റെ ദൈവത്തോടൊരു വാക്ക് ചോദിക്കുക, എൻ്റെ ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിക്കുക. അധികാര മേഖലകളോട് ദൈവം ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എസ്തേറിന്റെ പുസ്തകം ശ്രദ്ധിച്ചാൽ, ഹല്ലേലൂയ, മൊർദെഖായിക്കും സകല യഹൂദ ജനത്തിനും വേണ്ടി ശത്രു എഴുന്നേറ്റ് വരികയാണ് നശിപ്പിക്കേണ്ടതിന് വേണ്ടി. പക്ഷേ ഉപവാസത്തിലും പ്രാർത്ഥനയിലും രാജാവിന് ഉറങ്ങാൻ കഴിയാത്തത് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ദാനിയേൽ സിംഹക്കുഴിയിൽ വീഴുമ്പോഴും ആ രാത്രിയിൽ രാജാവിന് ഉറങ്ങാൻ കഴിയാത്തത് കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ യോസെഫിന് വേണ്ടി ഇതാ കാരാഗ്രഹത്തിൽ നിന്ന് ആ മിസ്രൈമിൻ ദേശത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ദൈവത്തെ കാണാൻ കഴിയും. വിശ്വസിക്കാമെങ്കിൽ ദാവീദിനെ കാട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ എത്തിച്ച ദൈവത്തെ കാണാൻ കഴിയും. ആ ദൈവം ഇന്ന് നെഹമ്യാവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് പോലെ നിങ്ങളുടെയും എൻ്റെയും വിഷയത്തിനകത്ത് ഇടപെടാൻ പോവുകയാണ്. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം കൂടെ, അതിന് രാജാവും രാജ്ഞിയും അരികെയിരുന്നു. നിന്റെ യാത്രകൾക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരും എന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ അയക്കുവാൻ രാജാവിന് സമ്മതമായി. ഞാനൊരു അവധിയും പറഞ്ഞു. നിങ്ങൾ നോക്കേ, നെഹമ്യാവിന് വേണ്ടി നെഹമ്യാവിൻ്റെ അവധിയെ ഇതാ രാജാവ് സമ്മതിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അധികാര മണ്ഡലങ്ങളെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളുടെയും എൻ്റെ പ്രാർത്ഥനയിൽ ചലിക്കാൻ പോകുകയാണ്. എനിക്ക് നിങ്ങൾക്ക് ഉന്നതന്മാര് സഹായമില്ലായിരിക്കാം, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഉന്നതന്റെ മുകളിൽ ഒരു ഉന്നതനുണ്ട്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ അങ്ങ് അധികാരികളോട് ഇടപെടുന്നതിനായി സ്തോത്രം. അങ്ങ് അത്ഭുത മന്ത്രിയാകുന്നതിനായി സ്തോത്രം. അങ്ങ് ഇന്നും പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കൾക്കും അങ്ങ് സമാധാനം കൊടുക്കണമേ അപ്പ. സുവിശേഷത്തിന് അനുകൂലത കൊടുക്കണമേ അപ്പ. അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. ആയിരങ്ങൾക്ക് അത് അനുഗ്രഹമായിട്ടുണ്ട്. നിങ്ങളും കടന്നു വരണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയത്തിൽ ഈ നമ്പറുകൾ വിളിച്ചാട്ടെ. ഹല്ലേലൂയ. കഥാവ് നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.